നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നേതൃത്വത്തെക്കുറിച്ചാണ്. പക്ഷേ വെറുമൊരു സ്ഥാനപ്പേരിൽ ഒതുങ്ങുന്ന നേതൃത്വത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരു നേതാവിനെ എങ്ങനെ ഉള്ളിൽ നിന്ന് വാർത്തെടുക്കാം എന്നതിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? എന്താണ് ഒരു ബോസും ഒരു ലീഡറും തമ്മിലുള്ള ശരിക്കിനുള്ള വ്യത്യാസം? വെറുമൊരു ടൈറ്റിൽ കിട്ടിയാൽ മാത്രം മതിയോ ഒരാൾ നേതാവാകാൻ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ, നമുക്ക് മുന്നോട്ടു പോകാം. ശരിയായ നേതൃത്വത്തിന് എല്ലാ കാലത്തും പ്രസക്തമായൊരു ബ്ലൂ പ്രിന്റ് തന്നെയുണ്ട്. ഏത് സാഹചര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ശക്തമായ മാതൃക എന്താണെന്ന് നോക്കിയാലോ? അതിന്റെ ആദ്യത്തെ പടിയിലേക്ക് നമുക്ക് കടക്കാം. നമ്മളൊരു വലിയ ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനം എന്താ? അതിന്റെ അടിത്തറയാണല്ലേ? അതുപോലെ തന്നെയാണ് നേതൃത്വവും. ശരിക്കുമുള്ള ഒരു ലീഡർഷിപ്പ് തുടങ്ങുന്നത് വ്യക്തിപരമായ വളരെ ശക്തമായ ഒരു അടിത്തറയിൽ നിന്നാണ്. അതാണ് സ്വഭാവവും മൂല്യങ്ങളും. അപ്പോ എന്താണ് ഈ പറയുന്ന സ്വഭാവം? നമ്മൾ നോക്കുന്ന സോഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയുടെ നല്ലതും ചീത്തയുമായ ഗുണങ്ങളുടെ ഒരു ബാലൻസ് ഷീറ്റിൽ നിന്ന് വരുന്ന ആ ഒരു വ്യക്തിത്വമാണ് സ്വഭാവം. അതായത് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഗുണങ്ങളുടെയും ദോഷങ്ങളുടെയും ഒരു കണക്ക് പുസ്തകം പോലെ, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, നമ്മുടെ ഓരോ ശീലവും സത്യത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള അടിസ്ഥാന മൂല്യങ്ങളെയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മൂല്യങ്ങളൊന്നും നമുക്ക് ജന്മനാ കിട്ടുന്നതല്ല. ഇതൊക്കെ നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുത്ത് ദിവസവും കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന ഒന്നാണ്. ഗ്രീക്ക് ഫിലോസഫറായ പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ ഒരു ലീഡറുടെ ധാർമ്മിക അടിത്തറയ്ക്ക് 4 പ്രധാന തൂണുകളുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തേത് വിവേകം, അതായത് ശരിയായ തീരുമാനമെടുക്കാനുള്ള ആ ഒരു കഴിവ്. രണ്ടാമത്തേത് ധൈര്യം, എടുത്ത തീരുമാനത്തിൽ എന്തു വന്നാലും ഉറച്ചു നിൽക്കാനുള്ള കരുത്ത്. പിന്നെ ആത്മനിയന്ത്രണം, നമ്മുടെ വികാരങ്ങളെ അടക്കി ഭരിക്കാനുള്ള ആ ഒരു ഡിസിപ്ലിൻ. അവസാനം നീതി, എല്ലാവർക്കും അവരർഹിക്കുന്നതെന്താണോ അത് കൊടുക്കാനുള്ള ആ ഒരു ബോധം. ഈ ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് നോക്കിക്കേ. ഇത് വെറുതെ ദേഷ്യം നിയന്ത്രിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ സമയം എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കാം, ഈ ലോകത്തുള്ള ബൗദ്ധികമായ കാര്യങ്ങളോടുള്ള ഒരു അമിത ആകർഷണം എങ്ങനെ ഒഴിവാക്കാം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ശരി, അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി. ഇനി അടുത്തതെന്താ? ഇനി വേണ്ടത് ഒരു നേതാവിന്റെ ടൂൾ കിറ്റാണ്. അതായത് ഒരു ലീഡർ എന്ന നിലയിൽ പുറം ലോകവുമായി ഇടപെടാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് കഴിവുകളും ഗുണങ്ങളും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ഒരു ലീഡറും പെർഫെക്റ്റ് അല്ല. പക്ഷേ നല്ല ലീഡേഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരവരുടെ സ്ട്രെങ്സ് നന്നായിട്ട് ഉപയോഗിക്കും. അതേസമയം അവരുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മെച്ചപ്പെടുത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ധൈര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് 2 തരത്തിലുണ്ടെന്ന് പറയാം. ഒന്ന് ഫിസിക്കൽ കറേജ്, അതായത് ശാരീരികമായ ധൈര്യം, അപകടങ്ങളെ പേടിയില്ലാതെ നേരിടുന്നത്. പക്ഷെ ഒരു ലീഡർക്ക് അതിനേക്കാളൊക്കെ പ്രധാനമാണ് മോറൽ കറേജ്, അതായത് ധാർമ്മിക ധൈര്യം. ശരിയാണെന്ന് നമുക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യത്തിനു വേണ്ടി വേണമെങ്കിൽ നമ്മുടെ കരിയറോ ഭാവിയോ വരെ റിസ്ക് ചെയ്യാനുള്ള ആ ഒരു മനസ്സ്. ഇനിയൊരു ലീഡർക്ക് വേണ്ട മറ്റ് 2 പ്രധാന കാര്യങ്ങളാണ് മുൻകൈയും തീരുമാനശേഷിയും. എന്താ മുൻകൈ എന്ന് പറഞ്ഞാല്? മറ്റുള്ളവർ ഓർഡർ തരാൻ കാത്തു നിൽക്കാതെ സ്വയം മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനസ്സ്. പക്ഷെ തീരുമാനശേഷി അതിലും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് ശരിയായ തീരുമാനമെടുത്ത് അതെല്ലാവരോടും വ്യക്തമായി പറയാനുള്ള കഴിവ്. അതാണ് ഒരു ലീഡറെ ശരിക്കും അളക്കുന്നത്. ഒരു ടീമില് വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്: ഡിപ്പെൻഡബിലിറ്റിയും ലോയൽറ്റിയും, അതായത് ആശ്രയത്വവും വിശ്വസ്തതയും. ഏൽപ്പിച്ച ജോലി സമയത്തിന് ഏറ്റവും നന്നായി ചെയ്യുന്നത് ഡിപ്പെൻഡബിലിറ്റി. പക്ഷേ ലോയൽറ്റി അതിനു മുകളിലാണ്. ടീമിന്റെ കൂടെ എപ്പോഴും നിൽക്കുക, എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. അതാണ് യഥാർത്ഥ വിശ്വസ്തത. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു പഴയ ചൊല്ലുണ്ട്: ആരോഗ്യമുള്ള ശരീരത്തിലേ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന്, അല്ലേ? ഒരു ലീഡറുടെ സഹനശക്തിക്ക് ഇവ രണ്ടും വേണം: ശാരീരികമായ കരുത്തും മാനസികമായ കരുത്തും. കാരണം ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോ ഇത്രയും മാത്രമല്ല ഒരു ലീഡറുടെ ടൂൾ കിറ്റിൽ വേണ്ടത്. വേറെയും ഒരുപാട് ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്റഗ്രിറ്റി, അതായത് തന്നോടും മറ്റുള്ളവരോടും 100% സത്യസന്ധത കാണിക്കുക. പിന്നെ അറിവ്, നിങ്ങൾ നയിക്കുന്ന ആളുകളെക്കാൾ ഒരടി മുന്നിൽ അറിവുണ്ടാവുക. അതോടൊപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മാർത്ഥമായ ഉത്സാഹം കാണിക്കുക. ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരു ലീഡർ ശരിക്കും പൂർണ്ണനാവുന്നത്. ശരി, അപ്പോൾ ഒരു ലീഡർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് വെക്കാം.
പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. തന്റെ ടീമിനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ലീഡർ? അപ്പോ അടുത്തതായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല നേതാക്കൾ തങ്ങളുടെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന്. എന്താണ് ഈ മോട്ടിവേഷൻ അഥവാ പ്രചോദനം? നമ്മുടെ സോഴ്സ് പറയുന്നത് ഒരു ടീം മെമ്പറുടെ ഉള്ളിലുള്ള ഒരു പ്രതിബദ്ധതയും ഒരു പ്രേരണയുമാണ് അവനെക്കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നാണ്. അതായത് ഇത് പുറത്തുനിന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട ഒന്നാണ്. ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പ്രധാനമായും 3 വഴികളുണ്ട്. ഒന്ന് മെറ്റീരിയൽ ഫാക്ടേഴ്സ്, അതായത് ശമ്പളം, ബോണസ് പോലുള്ള ഭൗതികമായ കാര്യങ്ങൾ. 2 ഇന്റലക്ച്വൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ടീമിന്റെ ഭാഗമായതിൽ അഭിമാനം തോന്നുക, ലീഡർ സ്വയം മാതൃകയാവുന്നത് കാണുക പോലുള്ള കാര്യങ്ങൾ. പിന്നെ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആത്മീയ ഘടകങ്ങൾ, അതായത് ഒരു ഗ്രൂപ്പ് എന്ന നിലയിലുള്ള ഐഡന്റിറ്റി, ഒരു ടീം സ്പിരിറ്റ്. ഇതിനെല്ലാം അപ്പുറം ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നൊരു ബോധം. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ പോയിന്റ് വരുന്നത്. ബാക്കി എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാകുമ്പോൾ ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഈ പറഞ്ഞ ആത്മീയ ഘടകമാണ്. ആ ഒരു ടീം സ്പിരിറ്റും നമ്മളെല്ലാവരും ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന വിശ്വാസവുമാണ് ഏറ്റവും വലിയ പ്രതിസന്ധികളെപ്പോലും തരണം ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഒരു ലീഡർ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു നല്ല നേതൃത്വത്തിന്റെ ശരിക്കുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഒരു ലീഡർഷിപ്പിന്റെ വിജയം നമുക്ക് ഈ 4 കാര്യങ്ങൾ വെച്ച് കൃത്യമായി അളക്കാൻ പറ്റും. ഒന്നാമത്തേത് മോറൽ അഥവാ മനോവീര്യം. ടീമിൽ മൊത്തത്തിലൊരു ആത്മവിശ്വാസമുണ്ടോ? രണ്ടാമത്തേത് ടീം സ്പിരിറ്റ്, പരസ്പരം സഹായിക്കാനും ഒരുമിച്ചു നിൽക്കാനുമുള്ള ആ ഒരു മനസ്സ്. മൂന്നാമത്തേത് ഡിസിപ്ലിൻ. പക്ഷേ ഇത് ആര് നിർബന്ധിച്ചു ചെയ്യിക്കുന്ന അച്ചടക്കമല്ല, സ്വയം വരുന്ന അച്ചടക്കം. നാലാമത്തേത് കോമ്പീറ്റൻസ് അഥവാ കാര്യക്ഷമത. ടീം അവരുടെ ജോലിയിൽ എത്രത്തോളം സ്കിൽഡാണ്. ഈ 4 കാര്യങ്ങളും ഒരു ടീമിൽ ഒരുമിച്ചു കാണുന്നുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, അവിടെ ഒരു ഉഗ്രൻ ലീഡറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 4 സൂചകങ്ങളും പരസ്പരം കെട്ടുപിടഞ്ഞാണ് കിടക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അത് ബാക്കി 3നെയും മോശമായി ബാധിക്കും, ചിലപ്പോൾ തകർത്തുകളഞ്ഞെന്നും വരാം. അതുകൊണ്ടൊരു നല്ല ലീഡർ എപ്പോഴും ഇവ 4ഉം ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോ നമ്മൾ തുടങ്ങിയ അതേ പോയിന്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കുമുള്ള ലീഡർഷിപ്പ് എന്നത് ഒരു കസേരയോ സ്ഥാനപ്പേരോ അല്ല. അതൊരു വ്യക്തിയുടെ ഉള്ളിലെ സ്വഭാവത്തിൽ നിന്ന് തുടങ്ങി മൂല്യങ്ങളിലൂടെയും കഴിവുകളിലൂടെയും വളർന്ന് അവസാനം ആ ടീമിന്റെ പ്രകടനത്തിൽ തെളിഞ്ഞു കാണുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പടുത്തുയർത്തുന്ന ഒന്നാണ്. ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സ്വന്തം ലീഡർഷിപ്പ് എന്ന ആ വലിയ കെട്ടിടത്തിന് നിങ്ങൾ ഇടാൻ പോകുന്ന ആദ്യത്തെ കല്ല് ഏതായിരിക്കും? ഏതു മൂല്യത്തിൽ നിന്നായിരിക്കും നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടങ്ങാൻ പോകുന്നത്?